ഗൈസ്, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കേട്ടാലോ. ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്, കുട്ടിപ്പട്ടാളങ്ങളൊക്കെ പെറുക്കിയും കൊണ്ട്. എങ്ങോട്ടേക്കാണെന്നല്ലേ, ഓണത്തിൻ്റെ അല്ലറ ചില്ലറ ഷൂട്ടിംഗ് ഒക്കെയാണ് കേട്ടോ. പിന്നെ ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? അമ്പലം, സദ്യ, പാട്ട്, അങ്ങനെ ഓണക്കളികൾ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലേക്ക് വരും അല്ലേ. ഞങ്ങൾ അമ്പലത്തിൽ പോയി രാവിലെ തന്നെ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്. വിനായക ഹോട്ടലിലേക്കാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. ചേട്ടാ എത്ര സദ്യക്ക് വരുന്നേ? സദ്യക്ക് 250. അത് ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ ബുക്കിംഗ് ആണോ, അല്ലെങ്കിൽ ഇവിടെ വന്നാൽ ഡയറക്റ്റ് കയറി കഴിക്കാൻ പറ്റും? ഓണം വരെ ദിവസം വന്ന് കഴിക്കാം. ജസ്റ്റ് കൂപ്പണാന്ന് തോന്നുന്നു അല്ലേ? പിന്നെ ഓണത്തിന്റെ അന്ന് കൂപ്പൺ. എങ്ങനെ? ഓണത്തിന്റെ അന്നത്തെ കൂപ്പണായി ആണല്ലേ? ഓക്കെ. അന്ന് പിന്നെ അത് കിറ്റായിട്ട് തരാം. അത് 2 കിറ്റാ. അതിന് 300-250 അല്ല, അതിന് 700 രൂപ ഫുൾ സെറ്റ്. ഓണത്തിന്റെ അന്നത്തെ സ്പെഷ്യൽ സദ്യ. ഓക്കെ. അപ്പൊ ഇത് വിനായകയാണ് നമ്മൾ കാലിക്കറ്റ്. എവിടെ കറക്റ്റ് സ്പോട്ട് നിങ്ങൾ പറയോ? തളി ക്ഷേത്രത്തിന്റെ അടുത്ത് അല്ലേ? ഓക്കെ, താങ്ക് യു. അങ്ങനെ ഞങ്ങൾക്ക് ടോക്കൺ കിട്ടി ഗൈസ്. സദ്യ കഴിക്കാനുള്ള ടോക്കൺ കിട്ടിയ സന്തോഷമാണ് പിന്നെ ഫ്രണ്ടിൻ്റെ മുഖത്ത് നിങ്ങൾ കണ്ടത്. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടു കൂടി സദ്യ കഴിക്കാൻ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ. ഇലയിട്ടു, വിഭവങ്ങൾ ഓരോന്നായിട്ട് വിളമ്പാൻ തുടങ്ങി കേട്ടോ. ഓരോന്ന് വിളമ്പുമ്പോഴും അത് നല്ല കൗതുകത്തോടു കൂടി ധ്യാൻവി നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സദ്യൻ്റെ കംപ്ലീറ്റ് സാധനങ്ങൾ എത്തി, ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി കേട്ടോ. ധ്യാൻവി ഒറ്റയ്ക്ക് കുറച്ചൊക്കെ കഴിക്കുകയുണ്ടായി. പിന്നെ ഞാൻ കുറച്ചൊക്കെ വാരി കൊടുത്തു. പിന്നെ ഞാനും കഴിച്ചു. ഒരു രക്ഷയില്ലാത്ത അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കഴിച്ചിട്ട് വയറ് ഇപ്പം പൊട്ടുന്നുള്ള അവസ്ഥയായിരുന്നു. പായസത്തിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട കേട്ടോ. ഉഗ്രന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ എന്താ അതിന് പറയാമെന്നറിയില്ല, അത്രയ്ക്ക് സൂപ്പറായിരുന്നു. ഞങ്ങൾ നല്ല രീതിയിൽ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുകയുണ്ടായി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടുന്ന് കാറ്റൊക്കെ കൊണ്ട്, തളീൻ്റെ അവിടുന്ന് കാറ്റൊക്കെ കൊണ്ട് ഞങ്ങൾ നേരെ വിട്ടത് വളയനാട് ദേവീൻ്റെ നടയിലേക്കാണ് കേട്ടോ. അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഷൂട്ട് എടുക്കാന്നുള്ള ലെവലിലാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ക്യാമറമാൻ മറ്റാരുമല്ല, ഞാൻ തന്നെയായിരുന്നു. എൻ്റെ ഫ്രണ്ടായിരുന്നു പാട്ട് പാടുന്നത്, ജാസ്മിൻ. നല്ല രീതിയിൽ ഞങ്ങൾ അവളുടെ പാട്ട് ഷൂട്ട് ചെയ്തു. ധ്യാൻവി അവളുടെ പാട്ട് കേൾക്കും, അതിൻ്റെ ഇടയിൽ ഡാൻസ് കളിക്കുന്നു, വട്ടം തുറ്റി കളിക്കല്ലേ, അതാണ് അവളുടെ ഡാൻസ്. തുള്ളിക്കളിയും അതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. പിന്നെ ഓരോരോ കളിച്ചിരി തമാശകളൊക്കെ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചിരിച്ച് ഊപ്പാട് ഇളകുക എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ, അതായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. അങ്ങനെ ഏകദേശം സന്ധ്യാസമയത്തോടു കൂടി ഞങ്ങൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.